എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല ഞാനിതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടേക്കണം അമ്പലത്തിൻ്റെന്ന്. അപ്പോൾ ഞങ്ങളുടെ 1000 സബ്സ്ക്രൈബർ തികഞ്ഞ ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം, 1000 സബ്സ്ക്രൈബറൊക്കെ ആയതല്ല, അപ്പോൾ അത് കാരണം കുറച്ച് ഭക്തിമയമായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1000 സബ് ആയപ്പോഴത്തേക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. വന്ന വഴിക്ക് ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചെറിയ കേക്ക് വാങ്ങിക്കാൻ വന്നു സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു. ഞങ്ങൾ ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്നാട്ടോ വാങ്ങിച്ചേക്കണം. ഇവിടുത്തെ ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്ന് ഇവിടെ ഞങ്ങൾ സ്ഥിരം കയറാറുണ്ട്. ഇവർക്ക് ഞങ്ങളെ അറിയില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ സൂപ്പർ ടേസ്റ്റി ഐറ്റംസ് ആട്ടോ. നിങ്ങൾ ഈ ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് ബേക്കേഴ്സിൽ പോവുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടോ. കേക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി കേക്കായിരുന്നു ഇവിടുത്തെ കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് നന്നായിട്ട് 1K സബ്സ്ക്രൈബർ എന്നൊക്കെ എഴുതി തന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ പാക്ക് ചെയ്ത് തന്നു. എന്നിട്ട് ഞങ്ങളെ വിഷൊക്കെ ചെയ്ത് ചേച്ചിക്കൊക്കെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടോ ഞങ്ങൾക്ക് 1K സബ്ബായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കേക്കൊക്കെ ചേച്ചി ഹാൻഡ് ഓവർ ചെയ്ത് തന്നു. തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് കേക്കൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഞങ്ങൾക്ക് സബ്ബൊക്കെ അടിച്ചു കേട്ടോ. അപ്പോൾ ആ ചേട്ടന് വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇതാണ് ബെസ്റ്റ് ബേക്കേഴ്സ്. അടിപൊളി സാധനങ്ങൾ കഴിച്ചു. നിങ്ങൾ എൻ്റെ അടുത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മമ്മി ഇങ്ങനെ ഓട്ടോയിൽ ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. നമ്മുടെ 1K സബിൻ്റെ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. മമ്മിക്ക് ഭയങ്കര സന്തോഷം. മമ്മിയുടെ ഒത്തിരി കാലത്തെ ശ്രമത്തിലാണ് ഇങ്ങനെ 1K ആയത്. അപ്പം ഇതാണ് ഗൈസ് കേക്ക്. കേക്കിൽ ഞങ്ങൾ 1K സബ് എന്ന് എഴുതി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്. ഞങ്ങളത് കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്നായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലായ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ചാനലിൽ ഇതിൻ്റെ സബ്സ്ക്രൈബർ 1000 തികഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആഘോഷമായിട്ട് ഞാനൊരു കേക്ക് വാങ്ങിച്ചു. അത് ഇന്ന് മുറിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യട്ടെ. അപ്പൊ കുട്ടാ ഇതെന്തുവാ ഇത്? അപ്പൊ ഞങ്ങളുടെ 1000 സബ്സ്ക്രൈബർ തികഞ്ഞ ഒരു ആഘോഷമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിനും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഞങ്ങളുടെ കൂടിയേക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു ആഘോഷം. ഇനിയും മുന്നോട്ട് ഞങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം. നന്നായിട്ട് പോകാൻ വേണ്ടി എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. ഇതേപോലെ തന്നെ മുമ്പോട്ടും ചെയ്തു തരണം കേട്ടോ. എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. എല്ലാവരും ഞങ്ങളെ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക താങ്ക്സ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒത്തിരി ഇതേപോലെ ഈ ചാനൽ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ അതേപോലെ തന്നെ മുമ്പോട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് അത് കൂടുതലും സഹായിച്ചത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി ഒത്തിരി ഒത്തിരി ഞാൻ പറയുന്നു കേട്ടോ. പിന്നെ എന്തോ നോ എന്ത് ദേ നമ്മളിത് ഇവിടെ വത്താനപ്പഞ്ഞി കുഞ്ഞു വത്താനപ്പഞ്ഞി കഴിച്ചോ. താങ്ക് യു. എല്ലാവരോടും ഞാൻ പിന്നെയും പറയുകയാണ്, ഞങ്ങളെ പുതിയ സബ്സ്ക്രൈബർമാർ വന്ന് പിന്നെയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതെല്ലാം നിങ്ങൾ പഴയതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക്. എന്നാലേ ഞങ്ങൾക്ക് പിന്നെയും മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കുറേ കഷ്ടപ്പെട്ടല്ലേ ഇത് 1000 വരെ എത്തിക്കാൻ. ചില ദിവസങ്ങളിലൊന്നും ഞങ്ങൾക്ക് സബ്സ്ക്രൈബറും കിട്ടില്ല, വ്യൂസും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഉള്ള കുറേ ദിവസങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇനി മുമ്പോട്ട് പോകാനായിട്ട് ഒട്ടും തന്നെ പറ്റില്ല എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ എന്നാലും ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളിവിടെ 1000 വരെ എത്തിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.
ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ കയ്യും കണക്കുമില്ല ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പല ദിവസങ്ങളും ഓർത്തിട്ടുണ്ട് ഇത് വിട്ടാലോ എന്ന്. പക്ഷെ എന്നാലും മമ്മിയുടെ ഒരു ഇത് ആഗ്രഹം എന്തായാലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എത്ര കുറഞ്ഞു പോയി കഴിഞ്ഞാലും അതിൽ മുമ്പോട്ട് പോകണം. എന്തായാലും നമ്മളൊരു കരയ്ക്ക് എത്തണം എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ ആ കരയ്ക്ക് എത്താൻ തന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പം ഇവിടെ നടന്നത്. ഞാൻ ശ്രമിച്ചു, അതിനനുസരിച്ച് ഞങ്ങളുടെ അപ്പുക്കുട്ടനാണെങ്കിലും എല്ലാത്തിനും സഹകരിക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞു അവൻ നമ്മളോടൊപ്പം എല്ലാത്തിനും എപ്പോഴും അവനാണെങ്കിൽ ക്യാമറ ഒക്കെ എടുത്തോണ്ട് വരും. അമ്മ ഇത് ചെയ്യാന്നൊക്കെ അവരാണ് ക്യാമറ എടുത്തോണ്ട് മിക്കവാറും വരണത്. അതെ, അവൻ ഫ്ലാഷ് ഒക്കെ അടിക്കാൻ അവൻ പഠിച്ച് അവൻ തന്നെ എടുത്തോണ്ട് വരും. അല്ലേ വാവേ? അവയ്ക്ക് ഇഷ്ടപ്പെട്ടോ കേക്ക്? നല്ല കേക്കാണോ? സൂപ്പർ ആണോടാ? ആന്റിമാർക്കൊക്കെ കൊടുക്ക്, അങ്കിൾമാർക്ക് കൊടുക്ക്. അപ്പുക്കുട്ടൻ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? ഓക്കെ പറഞ്ഞേ. ഓക്കെ ഓക്കെ എന്ന് പറ. അപ്പു ഓക്കെ പറ. ഓക്കെ സൂപ്പർ പറഞ്ഞേ. സൂപ്പർ കേക്ക്. സൂപ്പർ കേക്ക് എന്ന് പറ. സൂപ്പർ കേക്ക്. ഉമ്മ കൊടുക്കും. ഉമ്മ എല്ലാവർക്കും ഉമ്മ കൊടുക്ക. എല്ലാവർക്കും ഉമ്മ എന്ന് പറ. ഉമ്മ. ടാറ്റ ബൈ. നാളെ കാണാന്ന് പറ. പറഞ്ഞേ നാളെ. നാളെ പറഞ്ഞേ. അപ്പൊ തങ്കുക്കുട്ടൻ ഇവിടെ എല്ലാം പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. അതേപോലത്തെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അങ്ങനെ അപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും തുടർച്ചയായിട്ട് കാണുക. എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. അതൊക്കെ നല്ലതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്ത ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ എനിക്ക് ചെയ്യാനും പറ്റും. നല്ല നല്ല കാര്യങ്ങളെല്ലാവരും പറഞ്ഞു തരിക. അതുപോലെ കമൻറ്റ് ബോക്സിലാണെങ്കിലും കുറച്ച് കമൻസുകളെ വരാറുള്ളൂ. നമുക്ക് ഇടയ്ക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അന്ന് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവരുടെ ഇഷ്ടം. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റൂല. അത് അവരവരുടെ ഇഷ്ടത്തിലാണ് നെഗറ്റീവ് കമൻസ് ഇടുന്നത്. എന്നാലും ഞങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. എവിടെയെങ്കിലും നമുക്കൊന്ന് എത്തിപ്പെടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും തന്നെ കഷ്ടപ്പെട്ടു. അതിന്റെ ഫലം ഞങ്ങൾക്ക് ഇന്നലെ കിട്ടി. അതെ, ഇന്നലെ ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ തികഞ്ഞു. അങ്ങനെ ഒരു അടിപൊളി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷമായിരുന്നല്ലോ. എല്ലാവരും തുള്ളിച്ചാടുമായിരുന്നു ഇവിടെ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയതിന്. അപ്പോൾ അടുത്തൊരു മൈൽ സ്റ്റോൺ എത്തുമ്പോൾ നമുക്ക് അടുത്ത സെലിബ്രേഷൻ ചെയ്യാം അല്ലേ? ഇനിയും നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടുന്നുണ്ട്. അതിനനുസരിച്ച് കമൻസും സബ്സ്ക്രൈബറും ഒക്കെ ഉണ്ടാവണം എനിക്ക്. അതെ, അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ വീഡിയോസ് കാണുമ്പോൾ നെഗറ്റീവ് കമൻസ് ഒക്കെ അടിച്ചു പോകുന്ന ആൾക്കാർ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ നീ? കുഴപ്പമില്ല. നമുക്ക് ഡിസ്ലൈക്കൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. നമ്മൾ കൊടുത്ത് നമ്മുടെ വീഡിയോസൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു വൺസ് അഗൈൻ. അപ്പം നമ്മളൊരു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ അപ്പം എന്ത് ചെയ്യാം? ലാസ്റ്റ് നമുക്ക് എന്ത് പറയാം മമ്മി? അപ്പം അടുത്ത വീഡിയോയില് നമുക്ക് എല്ലാരെയും കാണാം. അപ്പം അടുത്തവരെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ ബൈ. അപ്പു ടാറ്റ പറഞ്ഞേ. ബൈ ബൈ. ടാറ്റാ. നാളെ പറഞ്ഞേ. കാണാം. നാളെ കേക്ക്. കേക്ക് ഇനി നാളെ. ഓക്കെ ബൈ.